കാർഷിക വാർത്തകൾ. എൽ നിനോ കാരണം മഴ കുറയുന്നത് വിളവെടുപ്പിനെ ബാധിക്കുന്നു. ഇന്ത്യൻ കാർഷിക മേഖലയ്ക്ക് ഇത് കനത്ത വെല്ലുവിളിയെന്ന് റിപ്പോർട്ട്. എൽ നിനോ പ്രതിഭാസത്തെ തുടർന്ന് മഴ കുറയുന്നത് രാജ്യത്തെ കാർഷിക മേഖലയെ ദോഷകരമായി ബാധിക്കുന്നു. ജൂൺ അവസാനിക്കുമ്പോഴും രാജ്യത്തെ കാലവർഷം ശക്തമായിട്ടില്ല. തെക്കു പടിഞ്ഞാറൻ കാലവർഷമാണ് രാജ്യത്തെ വാർഷിക മഴയുടെ 70% കൊണ്ടുവരുന്നത്. 28 ലക്ഷം കോടി രൂപയോളം വരുന്ന ഇന്ത്യൻ കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് സഹായകമാണ് ഈ മഴ. പ്രതിസന്ധി നേരിടാൻ സർക്കാർ ഇതിനകം തന്നെ രാജ്യത്തെ 315 ജില്ലകളെ ദുർബല പ്രദേശങ്ങളായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിൽ 111 ജില്ലകൾക്ക് ഉയർന്ന മുൻഗണന നൽകുന്നു. അരിയുടെയും ഗോതമ്പിന്റെയും മികച്ച ശേഖരം ഇന്ത്യക്ക് ഒരു പരിധിവരെ ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും പയറുവർഗ്ഗങ്ങൾ, എണ്ണക്കുരുക്കൾ എന്നിവയുടെ കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്നു. എൽ നിനോ ലോകമെമ്പാടും ഭീഷണി ഉയർത്തുന്നതിനാൽ ഭക്ഷ്യ എണ്ണ ഇറക്കുമതിയെയും ഇത് ബാധിച്ചേക്കാം. മഴ വൈകുന്നത് വിളവെടുപ്പിൽ തടസ്സങ്ങളുണ്ടാക്കാനും വിളനാശത്തിനും കാരണമായേക്കാം. ഇത് സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ വെല്ലുവിളിയാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. US-ൽ ഇന്ത്യൻ മാമ്പഴങ്ങളുടെ വിൽപ്പന കുതിച്ചുയരുന്നു. അൽഫോൻസോ, ഹിമായത്ത് തുടങ്ങിയ പ്രീമിയം ഇനങ്ങളുടെ വിൽപ്പന റെക്കോർഡ് നിലവാരത്തിലെത്തി. US-ൽ അൽഫോൻസോ, ഹിമായത്ത് തുടങ്ങിയ പ്രീമിയം ഇനങ്ങൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ മാമ്പഴങ്ങളുടെ വിൽപ്പന റെക്കോർഡ് നിലവാരത്തിലെത്തി. വർദ്ധിച്ച ലഭ്യത, പ്രമോഷണൽ ക്യാമ്പയിനുകൾ, ഇറക്കുമതിക്കാരുടെ നൂതന ശ്രമങ്ങൾ എന്നിവ ഇതിന് കാരണമായി. ഇറാൻ യുദ്ധം മൂലം വ്യോമ ചരക്ക് ചെലവിൽ കുത്തനെ വർധനവുണ്ടായിട്ടുണ്ടെങ്കിലും ഈ സീസണിൽ US-ലേക്കുള്ള ഇന്ത്യയുടെ മാമ്പഴ കയറ്റുമതി വർഷം തോറും 30% വർദ്ധിക്കുമെന്ന് കാർഷിക ഭക്ഷ്യ ഉൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റി ചെയർമാൻ അഭിഷേക് ദേവ് പറഞ്ഞു. ജൂലൈയിൽ നല്ല നിലവാരമുള്ള ഉത്തരേന്ത്യൻ ഇനങ്ങൾ US വിപണിയിലേക്ക് എത്തുന്നതിനാൽ സീസൺ കുറഞ്ഞത് 2 ആഴ്ച കൂടി തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂജേഴ്സി, ഡാലസ്, ചിക്കാഗോ, ലോസ് ആഞ്ചൽസ്, വാഷിംഗ്ടൺ DC എന്നിവയുൾപ്പെടെ ഇന്ത്യൻ വംശജർ കൂടുതലുള്ള നഗരങ്ങളിലാണ് ഇന്ത്യൻ മാമ്പഴത്തിന്റെ ആവശ്യം കൂടുതലുള്ളത്. US റീറ്റെയിൽ കമ്പനിയായ കോസ്കോ ആദ്യമായി ഇന്ത്യൻ മാമ്പഴങ്ങൾ അവരുടെ സ്റ്റോറുകളിൽ വിൽക്കുന്നതോടെ പഴങ്ങൾ പരമ്പരാഗത ഇന്ത്യൻ ഉപഭോക്തൃ അടിത്തറയ്ക്കപ്പുറത്തേക്ക് എത്തുന്നു. 9 മുതൽ 11 വരെ മാമ്പഴങ്ങൾ അടങ്ങിയ സ്റ്റാൻഡേർഡ് ബോക്സുകൾക്ക് പകരം ഈ ശൃംഖല ചെറിയ 4 മാമ്പഴ പാക്കുകൾ വിൽക്കുന്നു. 3 കിലോ ഭാരമുള്ള ഒരു പെട്ടിക്ക് നിലവിൽ റീറ്റെയിൽ വില $45 $55 ഇടയിലാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റൊളീനിയ പഴത്തിന് കേരളത്തിലും പ്രിയമേറുന്നു. ധാരാളം പോഷക ഗുണങ്ങളുള്ള ഈ പഴം നമ്മുടെ കാലാവസ്ഥയിലും വളരാൻ അനുയോജ്യമാണ്. ആത്തച്ചക്കയുടെ കുടുംബത്തിൽപ്പെട്ട നല്ല മധുരവും മാർദ്ദവുമുള്ള പഴമാണ് റൊളീനിയ. ആമസോൺ മേഖലയിൽ ധാരാളമായി കണ്ടുവരുന്ന ഈ പഴം കേരളത്തിലും കൃഷി ചെയ്തു വരുന്നു. നമ്മുടെ കാലാവസ്ഥയിലും വളരാൻ അനുയോജ്യമാണ് റൊളീനിയ പഴം. 20 സെന്റിമീറ്റർ വ്യാസവും 1.5 കിലോ തൂക്കവുമുള്ള പഴങ്ങൾ വരെ റൊളീനിയ ചെടിയിൽ നിന്ന് ലഭിക്കാറുണ്ട്. വിത്തുകിളിർത്തുണ്ടാകുന്ന റൊളീനിയ 2-ാം വർഷം പൂവിടുമെങ്കിലും പൊതുവെ 3-ാം വർഷം മുതലാണ് കൂടുതൽ ഫലം നൽകുക. പതിവായി പൂവിടാറുള്ളതിനാൽ വർഷത്തിൽ 4 തവണയെങ്കിലും പഴം കിട്ടുമെന്നതും റൊളീനിയയുടെ മെച്ചമാണ്. പൂവിട്ട് 2 മാസം കഴിയുമ്പോൾ വിളവെടുത്തു തുടങ്ങാം. വളർച്ചയെത്തിയ മരത്തിൽ നിന്ന് ഒരു തവണ ശരാശരി 30 കിലോ വരെ പഴം ലഭിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.